ചേട്ടാ പനി വന്നു, മസിലൊക്കെ പോയി, കുറേ നാളായി ജിമ്മിൽ പോയിട്ട്, കുറച്ച് നാൾ ബ്രേക്ക് എടുത്തു, ഒരു ഇഞ്ചുറി വന്നു. ഈ കാരണങ്ങളൊക്കെ ആയിട്ട് കുറേ നാളായിട്ട് ജിമ്മിൽ പോകാൻ പറ്റിയിട്ടില്ല. എൻ്റെ മസിലെല്ലാം പോയി ചേട്ടാ. ഇനി എനിക്ക് എൻ്റെ മസിലെല്ലാം തിരിച്ച് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റുമോ? ഞാൻ എങ്ങനെ തുടങ്ങണം? ഞാൻ എവിടെ തുടങ്ങണം? ഇത്തരത്തിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ച് എന്നോട് ചോദിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് അതിനുള്ള വലിയൊരു ഉദാഹരണമായിട്ടാണ്. കാരണം കഴിഞ്ഞ 5 മാസമായി ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട്. അപ്പോൾ നാളെ എന്ന് പറഞ്ഞ് പല കാരണങ്ങളാൽ, ഒരുപാട് ട്രാവലിങ്ങും മറ്റുള്ള പല കാരണങ്ങളാൽ ഒരു പ്രോപ്പർ റുട്ടീനിൽ പോകാനായിട്ട് പറ്റിയിട്ടില്ല. ഡയറ്റ് പ്രോപ്പർ ആയിരുന്നില്ല, സ്ലീപ്പ് പ്രോപ്പർ ആയിരുന്നില്ല, വർക്കൗട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്തിട്ടേ ഇല്ല. അതായത് ഒരു തരത്തിലുള്ള വെയിറ്റ് ട്രെയിനിങ്ങും ചെയ്തിട്ടില്ല, ഒരു റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും ചെയ്തിട്ടില്ല. ജിമ്മിൽ ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളും വരും, പല അക്കാഡമിയുടെ ആവശ്യങ്ങൾക്കായിട്ടും ഒക്കെ ആയിട്ടുള്ള ട്രാവലിംഗ് ഒക്കെ ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ജിമ്മിൽ പോയതല്ലാതെ ഇതുവരെ വർക്കൗട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഏത് രീതിയിലാണ് റീസ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും, ഇത്തരത്തിലൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഏത് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വിജോ ഫിറ്റ്നസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും മിസ്സാകാതെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന്. അതുപോലെ തന്നെ നമ്മുടെ കളി സീരീസ് പാർട്ട് 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വർക്കൗട്ട് നിങ്ങൾ മിസ് ചെയ്യരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമ്മൾ പലരും ഒരു പനി വരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുന്നതിന് മുമ്പോ ഒരു ഇഞ്ചുറി വരുന്നതിന് മുമ്പൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തവരായിരിക്കും. അതായത് ആഴ്ചയിൽ 3 ദിവസം, ചിലപ്പോൾ 4 ദിവസം, അല്ലെങ്കിൽ 6 ദിവസം ഒക്കെ പോയി നല്ല രീതിയിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നവരായിരിക്കാം. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ പലരുടെയും ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിനി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചേട്ടാ ഞാൻ പഴയ പോലെ തന്നെയാണോ ഞാൻ വെയിറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? പണ്ട് ലിഫ്റ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനൊരു 50 കിലോയിൽ ഡംബൽ ചെസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അത്യാവശ്യം എല്ലാ എക്സസൈസുകളും നല്ല ഹെവി ആയിട്ട് ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ 5 മാസം കഴിഞ്ഞു, ഞാനിപ്പോൾ അത്യാവശ്യം ഫാറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ എൻഡ്യൂറൻസ് ലെവലിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, എൻ്റെ സ്ട്രെങ്ത് ലെവലിലും വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പഴയ ലിഫ്റ്റ് ചെയ്ത് അതേ വെയിറ്റ് തന്നെ വീണ്ടും വന്ന് ചാടിക്കയറി നമ്മൾ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നോക്കരുത്. പലർക്കും പറ്റുന്നൊരു മിസ്റ്റേക്ക് അവിടെയാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ മോഡറേറ്റ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ നേരത്തെ ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന വെയിറ്റിൻ്റെ ഒരു 30% അല്ലെങ്കിൽ 40% എന്നുള്ള രീതിയിൽ. കാരണം നിങ്ങൾ വീണ്ടും അറിയിക്കണം നിങ്ങളുടെ മസിൽസിനെ, ഈവൻ ജിമ്മിൽ പോയി വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ ജിമ്മ് മാത്രമല്ല, ഏത് രീതിയിലും. കാരണം നമ്മുടെ മസിൽ എന്ന് പറയുന്നത് ബ്ലൈൻഡ് ആണ്. നമ്മുടെ മസിലിന് അറിയില്ല നമ്മൾ ഡംബലാണോ പൊക്കുന്നത്, ബാർബലാണോ പൊക്കുന്നത്, ഇഷ്ടിയാണോ പൊക്കുന്നത്, ഗ്യാസൂറ്റിയാണോ പൊക്കുന്നത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുത്ത് പൊക്കുവാണോ, ഇതൊന്നും മസിലിന് അറിയില്ല. മസിലിനെ സംബന്ധിച്ചിടത്തോളം മസിലിനൊരു സ്റ്റിമുലൻസ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ പണ്ട് നമ്മൾ സ്പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നവരാണ്. പക്ഷേ ഇന്നിപ്പം വീണ്ടും ഞാൻ തുടങ്ങുന്നു. ഇന്ന് ഞാൻ വീണ്ടും ചാടി കയറി സ്പ്രിൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് ഹൈ ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റി ചെയ്യാനോ ഇതിനൊന്നും നമ്മൾ ശ്രമിക്കരുത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പം അത് നമ്മളെ ചിലപ്പോൾ എന്ത് ചെയ്യുക, പലരും പറയാറുണ്ട് ചേട്ടാ ഞാൻ പണ്ട് ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്, ഇപ്പം ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് തലകറക്കം വരുന്നു, എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കുഴഞ്ഞു വീഴുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ. അപ്പോൾ പ്രോപ്പറായിട്ടൊരു പ്രീ വർക്കൗട്ട് മീൽ എടുക്കുക. അപ്പോൾ ഇന്നിപ്പം ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് രാവിലെ വലിയ കുഴപ്പമില്ലാതെ ഒരു 2 സൈസ് ബ്രെഡും പിന്നെ മുട്ടയും ചായയും ഒക്കെ കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ ഇന്നിപ്പം ഏകദേശം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞു ഞാൻ വർക്കൗട്ട് ചെയ്യാനായിട്ട്. അപ്പം നല്ല കാലറി ഡെഫിസിറ്റിൽ പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് കുറച്ച് നല്ലപോലെ വെയിറ്റ് ഒന്ന് കുറയ്ക്കണം. ഞാനൊരു 104 കിലോ ഉണ്ട് ഏകദേശം. കണ്ടമാനം മസിൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 5 മാസമായിട്ട് ഞാൻ വെയിറ്റ് തൊട്ടിട്ടില്ല. കോമ്പറ്റീഷൻ പ്രിപ്പ് ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അതിനിടയ്ക്ക് ഞാൻ ബ്രേക്ക് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെ വളരെ സ്ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പയ്യെ പുഷ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നോക്കണം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു ബ്ലാക്ക് കോഫിയും അതേപോലെ തന്നെ ഒരു ഡാനിഷ് റോൾ എന്ന് പറയുന്ന ഒരു ചെറിയ, നമ്മളുടെയൊക്കെ നാട്ടിൽ നമ്മൾ സ്വീറ്റ് പൊറോട്ട എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ചെറിയൊരു പീസും ഞാൻ കഴിച്ചു. ഒരു പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്നതിനും വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ചെറിയൊരു എനർജിക്കും വേണ്ടിയിട്ട്. നോ പ്രീ വർക്കൗട്ട്, അതുപോലെ തന്നെ ക്രിയാറ്റിൻ, ഈ വക സപ്ലിമെൻസുകൾ ഒന്നും തന്നെ ഞാനിപ്പോൾ എടുക്കുന്നില്ല. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 1 മന്ത് മാക്സിമം ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് വേ പ്രോട്ടീൻ മാത്രമാണ് സപ്ലിമെൻറ്റ്സ് ആയിട്ട്, അല്ലാതെ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു ഡെയിലി ഷെഡ്യൂൾ എങ്ങനെയാണ്, നിങ്ങളുടെ ജോലി എങ്ങനെയാണ്, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് ക്രമീകരിക്കുക. എല്ലാം ഉടനെ തന്നെ ചാടിക്കയറി കഴിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ഡെഫിസിറ്റിലേക്കോ അല്ലെങ്കിൽ ഒരുപാട് സർപ്ലസിലേക്കോ അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു ചെറിയ ചേഞ്ചസ് കൊണ്ടുവരിക. ആ ചേഞ്ചസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ശരീരം റെസ്പോണ്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനനുസരിച്ച് ഡയറ്റിൽ നിങ്ങൾക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും, നിങ്ങളുടെ വർക്കൗട്ടിൽ നിങ്ങൾക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പറ്റും. അപ്പം മുമ്പ് ഞാൻ
ഇത്രയും ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് ഇന്ന് ഡേ 1 ആണ്, ഇന്ന് ഞാൻ അങ്ങനെ തന്നെ ചെയ്യാൻ പോവും എന്ന് ഒരിക്കലും നിങ്ങൾ തീരുമാനിക്കരുത്. ഈഗോ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നോക്കരുത്. പലർക്കും പറ്റുന്ന പ്രശ്നം അതാണ്. കാരണം ഞാൻ പണ്ട് പോയിക്കൊണ്ടിരുന്ന ജിമ്മിൽ അന്ന് ഞാൻ ഇത്ര ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇന്ന് ഞാനവിടെ ചെല്ലുമ്പോൾ എൻ്റെ കൂട്ടുകാരെന്ത് വിചാരിക്കും, ഇങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. പ്രത്യേകിച്ച് പിള്ളേരോടാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഈഗോ ലിഫ്റ്റോ അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും നിങ്ങൾ ചെയ്യരുത്. അപ്പം ഇഞ്ചുറി ഉണ്ടായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റോ നിങ്ങളുടെ ഡോക്ടേഴ്സോ എന്താണോ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് റീഹാബ് എക്സസൈസുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഒരു സർട്ടിഫൈഡ് ട്രെയിനറിൻ്റെ അണ്ടറിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസോടുകൂടി ചെയ്യാനായിട്ട് നോക്കുക. ഇനി അതല്ല, നിങ്ങളൊരു നല്ല അഡ്വാൻസ് ആയിട്ട് ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, നിങ്ങളൊരു നല്ല ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് വരുന്നത്. ഞാൻ 5 മാസമായിട്ട് തൊട്ടിട്ടില്ല, അതേ പറഞ്ഞ അത്യാവശ്യം കണ്ടോ നല്ല ഫാറ്റൊക്കെ ഞാൻ ഗെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി പ്രോപ്പറായിട്ട് റൊട്ടീനിലേക്ക് വരണം. ഫുൾ ബോഡി എക്സസൈസ്, ഓരോ മസിൽ ഗ്രൂപ്പിനും ഓരോ എക്സസൈസ് വെച്ച് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫുൾ ബോഡി റൊട്ടീൻ എന്താണെന്നുള്ളത് ഞാനിപ്പം ഈ ഒരു വീഡിയോ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം ഞാൻ ചെയ്യുന്ന ഫുൾ ബോഡി വർക്കൗട്ട്സ് വേറെ ആയിരിക്കും, പക്ഷേ സെയിം തന്നെ ഓരോ മസിൽ ഗ്രൂപ്പിന് ഓരോ എക്സസൈസ് വെച്ചായിരിക്കും ചെയ്യുക. അതേപോലെ ആഴ്ചയിൽ 3 ദിവസം, അപ്പം 3 ഡിഫറെൻറ്റ് എക്സസൈസ് ആയിരിക്കും, പക്ഷേ ഒരു മസിലിന് ഒരെണ്ണം വെച്ച്. കാരണം മസിലിനെ ഒന്ന് അറിയിക്കണം ഞാൻ വീണ്ടും പരിപാടി തുടങ്ങുകയാണ് എന്നുള്ളത്. അതേപോലെ തന്നെ എവറി ഓൾട്ടർനേറ്റ് ഡേയ്സ് ഒരു 40 to 50 മിനിറ്റ്സ് കാർഡിയോ എന്ന് പറയുന്ന എൻ്റെ സ്റ്റെപ്സും കൂടെ ഇൻക്ലൂഡിങ് എൻ്റെ കാർഡിയോയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ടോട്ടൽ സ്റ്റെപ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ 10,000 സ്റ്റെപ്സ് ഒരു ദിവസം ഹിറ്റ് ചെയ്യാനായിട്ട് നോക്കും. ട്രൈ ചെയ്യും മാക്സിമം 10 to 15 ആ ഇൻ ബിറ്റ്വീൻ റേഞ്ചിൽ, പക്ഷേ 10,000 മിനിമം ചെയ്യാനായിട്ട് നോക്കും. ദാറ്റ്സ് ഇൻക്ലൂഡിങ് മൈ കാർഡിയോ. അപ്പം എവറി ഓൾട്ടർനേറ്റ് ഡേയ്സ് ഞാൻ കാർഡിയോയും അതിനോടൊപ്പം ആപ്സ് വർക്കൗട്ട് ആയിരിക്കും ചെയ്യുന്നത്. ചെറുതായിട്ട് ആപ്സ് വർക്കൗട്ടും ചെയ്യും. അപ്പോൾ ഇതായിരിക്കും എൻ്റെ റൊട്ടീൻ വരുന്നത്. ഒരു 10 to 15 ജമ്പിങ് ജാക്സിൻ്റെ ഒരു 3 സെറ്റ്. സോ തന്നെ അതിനുശേഷം ഡൈനാമിക് സ്ട്രെച്ചിങ്, നമ്മുടെ ജോയിൻറ്റ് മൊബിലൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ കുറേ നാളായിട്ട് അനങ്ങാതിരിക്കുമ്പോഴത്തേക്കും കേട്ടോ, കാരണം മസിൽസൊക്കെ ഒരുപാട് സ്റ്റിഫായിരിക്കും, മൂവ്മെൻറ്റുകളും കാര്യങ്ങളും ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് റൊട്ടേഷൻസും ഡൈനാമിക് മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ പ്രത്യേകിച്ച് ലൈറ്റ് വെയ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ജോയിൻറ്റ് മൊബിലൈസേഷൻ ചെയ്യാം. റൊട്ടേഷൻസും ഡൈനാമിക് സ്ട്രെച്ചിങ്സും എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുന്നത് ലാറ്റ് പുൾ ഡൗൺ ആണ്. ഓക്കെ, ഇപ്പം ഞാൻ ഈ നോർമൽ ഗ്രിപ്പിന് പകരം നമ്മുടെ മാഗ് ഗ്രിപ്പാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് വൈഡ് ഗ്രിപ്പല്ല, ഇതാണ് മാഗ് ഗ്രിപ്പ്. വലിയ വൈഡ് ഗ്രിപ്പും ഉണ്ട്, ഒരു മോഡറേറ്റ് ജസ്റ്റ് ഒരു ഷോൾഡർ ലെവലിൽ നിന്ന് ഒരു അല്പം വൈഡായിട്ട് നിൽക്കത്തക്ക രീതിയിലുള്ള ഗ്രിപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. രണ്ടാമത് വെയ്റ്റ്, ഈ പറയുന്നത് പോലെ ഒരു ഇതിൽ അത്യാവശ്യം നല്ല ഹെവി വെയ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ എന്ന് കരുതി ഡേ 1 ഉള്ള വെയിറ്റ് എല്ലാം കൂടെ വാരിപ്പറക്കിയിട്ട് ചെയ്യാമെന്നുള്ളതല്ല ഞാൻ തുടക്കത്തിലെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു 45 കിലോ ആണ് ഇട്ടിരിക്കുന്നത്. എൻ്റെ ഹൈറ്റിനനുസരിച്ച് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്ന സമയത്തും നമുക്ക് തോന്നാം ഈ പറയുന്ന പോലെ ഞാൻ എത്രത്തോളം വെയിറ്റ് ഇതിനു മുമ്പ് ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഞാനാണല്ലോ ഇന്നിപ്പോൾ ഈ ചെറിയൊരു വെയിറ്റിൽ ലിഫ്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പം നമ്മുടെ മൈൻഡ് ഒരു മൈൻഡ് ഗെയിം വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. ഇപ്പം നമുക്ക് ഫീൽ ചെയ്യുമത് നല്ലപോലെ ഇതിനേക്കാളും എത്രത്തോളം വെയിറ്റ് ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇത്രയും ഒരു ഇത് ഞങ്ങളുടെ ബാലയണ്ണൻ. ഇപ്പോൾ ജിമ്മിൽ ആരുമില്ല, ജിം വളരെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ക്ലീനിങ്ങിൻ്റെ സമയമാണ് അല്ലേ അണ്ണ? ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം കിതയ്ക്കുന്നുണ്ടെന്നുള്ളത്. ആകെ ഒരു സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, പക്ഷേ എൻഡ്യൂറൻസൊക്കെ ആപ്പാടെ നാശകോശമായെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഒത്തിരി റിഗ്രസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം. ഓക്കെ, സോ എല്ലാ എക്സസൈസും ഒരു 3 സെറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, വെയിറ്റ് ഒരു 2.5 വേണമെങ്കിൽ ഇത് 2.5-ൻ്റെ
ഒരു ചെറിയ വെയിറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഇതേപോലെ. അപ്പോൾ അത് ഓരോ എക്യുപ്മെൻറ്റും നിങ്ങൾ പോകുന്ന ജിമ്മിൽ എങ്ങനെയാണോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതുകൊണ്ട് വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഞാൻ വെയിറ്റ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതേപോലെ റെസ്റ്റ് ഇൻ ബിറ്റ്വീൻ ഒരു 1 to 2 minutes അല്ലെങ്കിൽ 1 to 3 minutes നിങ്ങളുടെ ഓരോരുത്തരുടെയും കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചെയ്യുക. കാരണം കുറേ നാളായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അയ്യോ പാടാണ്. ഇൻട്രാ വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് BCAAയോ EAS ഒന്നും അല്ല ഞാൻ കുടിക്കുന്നത്, വെറും വെള്ളമാണ്. അതിൻ്റെ ആവശ്യമുള്ളൂ. വേറെ പ്രത്യേകിച്ച് കളർ വെള്ളം മേടിച്ച് കുടിച്ച് വെറുതെ നിങ്ങളാരും പൈസ കളയരുത്. അതൊക്കെ കുടിച്ച് എന്തോ ഭയങ്കര റിക്കവറി കിട്ടുമെന്ന് വിചാരിച്ചൊന്നും ചെയ്യുകയും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ലാറ്റ് പുൾ ഡൗൺ ഒരു സെറ്റും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ഒരു 2.5 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ 45-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. 2.5-ൻ്റെ ഒരു 2 അഡീഷണൽ വെയിറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 5 kg അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് 7 kg വെച്ച് നമുക്കിവിടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 45 ദെൻ 52 ആണ്. ഇതെല്ലാം 7 kg വെച്ച് മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമുക്ക് ചെറിയ വെയിറ്റ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ 5 kg ആണ് നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് സെറ്റ് സെയിം തന്നെ ഒരു 10 to 15 റെപ്പിറ്റേഷൻ ഇടയ്ക്കാണ് ഞാൻ എപ്പോഴും ഈ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇന്നത്തെ റൊട്ടീനില്ല. അപ്പം കഴിവതും 15 തന്നെ ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 സെറ്റ് ഏകദേശം നമ്മൾ നമ്മുടെ ലാറ്റ് പുൾ ഡൗൺ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലേറ്റ് ലോഡഡ് ഇൻക്ലൈൻ പ്രസ്സാണ്. അതിൻ്റെ ഇടയിൽ ഒരു മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ബാലണ്ണൻ നല്ല തകൃതിയായ പണിയിലാണ്. നമ്മുടെ ബാലണ്ണനുള്ള കാരണം കൊണ്ടാണ് ഈ ജിമ്മ് ഇതുപോലെ ഇത്രയും വൃത്തിയും മെനയായിട്ടും കിടക്കുന്നത്. ഇനിയിപ്പോൾ രണ്ടാമതെന്ന് പറയുന്നത് നമ്മൾ ചെസ്റ്റ് പ്രസ്, ഇൻക്ലൈൻ ചെസ്റ്റ് പ്രസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ജിമ്മിൽ നിങ്ങൾക്ക് ഡംബൽ ഇൻക്ലൈൻ പ്രസ് ചെയ്യാം, ബാർബൽ ഇൻക്ലൈൻ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ അതല്ല ഇതേപോലത്തെ പ്ലേറ്റ് ലോഡഡ് മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. നമുക്ക് പിൻ ലോഡഡ് എക്യുപ്മെൻറ്റ് അത് വേറെയുണ്ട്. ഇതിപ്പോൾ മെട്രിക്സിൻ്റെയാണ്. നമ്മുടെ ഈ ജിമ്മിലെ എല്ലാ എക്യുപ്മെൻറ്റും മെട്രിക്സിൻ്റെയാണ്. അപ്പം ബ്രാൻഡിനനുസരിച്ച് ഇതിൻ്റെ ഷേപ്പും ഡിസൈനും കാര്യങ്ങളൊക്കെ മാറും, അത്രയേ ഉള്ളൂ. 15 കിലോ ആണ് ഞാൻ ഒരു സൈഡിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു സൈഡ് ഞാനൊരു 80 kg ഒക്കെ പ്രസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഒരു സൈഡ്. അപ്പോൾ ഇന്ന് ഞാൻ 15 kg ഒരു സൈഡിൽ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മൾ വളരെ സ്ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചെറിയ വെയിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ചെയ്യുന്ന കാരണം കൊണ്ട് അതുകൊണ്ട് സ്പീഡ് ഒന്ന് കൺട്രോൾ ചെയ്ത്, അതായത് ആ ടെമ്പോ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ചെയ്യുക. ലൈറ്റ് വെയിറ്റാണ്, അതുകൊണ്ട് ഒരുപാട് സ്പീഡിൽ ചെയ്യാതെ. കാരണം കുറച്ച് നാളായില്ലേ നമ്മൾ ചെയ്തിട്ട്. അപ്പോൾ മസിൽസിനെ നമുക്കൊന്ന് എൻഗേജ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. ഓൾമോസ്റ്റ് എല്ലാ എക്സസൈസുകളും ഞാനൊരു 15 റെപ്പിറ്റേഷനൊക്കെ വെച്ചാട്ടോ ചെയ്തത്. ഭയങ്കരമായിട്ട് കിതയ്ക്കുന്നു. ഈവൻ ലാറ്റ് പുൾ ഡൗൺ ചെയ്ത സമയത്തൊക്കെ ബാക്ക് പോലെ തന്നെ ബൈസും ഫോറാമും ഒക്കെ ടൈറ്റ് ആവുകയാണ്. കാരണം കുറേ നാളായി, 5 മാസമായി ഏകദേശം. അപ്പോൾ ഇത് ചെയ്യുമ്പോഴും ഈ പറയുന്ന പോലെ തന്നെ ട്രൈസെപ്സും ഷോൾഡറും ഒക്കെ ഒരുവിധം അവിടെ ഇവിടെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത് ഞാൻ അധികം വെയിറ്റ് അധികം കൂട്ടുന്നില്ല. ചെറിയ രീതിയിൽ പ്രോഗ്രസ് ചെയ്യാനായിട്ട് ഒരു 2.5 മാത്രമാണ് ഇതിൻ്റെ കൂടെ അഡീഷണലായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത്. ഒരു 2.5 കൂടെ ഇട്ടിട്ട് ഓൾമോസ്റ്റ് ഞാൻ ടൈമർ വെച്ചിട്ടുണ്ട്. ഒരു 1 മിനിറ്റ് റെസ്റ്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ 3 സെറ്റ് ചെസ്റ്റ് പ്രസ്സും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഡംബൽ ലാറ്ററൽ റൈസ് ആണ് ഇന്നിപ്പോൾ ഞാൻ പെർഫോം ചെയ്യുന്നത് കേട്ടോ. അപ്പം വീണ്ടും ഒരു 2 മിനിറ്റ് റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഡംബൽ ലാറ്ററൽ റൈസും കൂടെ ചെയ്യാം. ഓരോ എക്യുപ്മെൻറ്റും നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് റീറാക്ക് ചെയ്യാനായിട്ട്
പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്ത ബെഞ്ച്, പൊതുവേ നമ്മളിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ എല്ലായിടത്തും നമ്മൾ ഇങ്ങനത്തെ വൈപ്സ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ടവലിട്ടാലും നല്ലപോലെ വേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ടവലിൽ കൂടെയും അത്യാവശ്യം നല്ല വേർപ്പോടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോഴും നമ്മുടെ ജിമ്മിൽ വരുന്ന ഓരോ ക്ലയൻസിനെയും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട് എത്രത്തോളം ക്ലീൻ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പം നമ്മൾ ഇതേപോലെ സർഫസ് ക്ലീനർ കൊണ്ട് നമുക്ക് അതിൽ നമ്മൾ സ്പ്രേ ചെയ്തിട്ട് വൈപ്സ് നമ്മൾ ജിമ്മിൽ എല്ലാ സ്ഥലങ്ങളിലും 2-3 സ്പോട്ടിലായിട്ട് ഞങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതെടുത്ത് എല്ലാവരും ക്ലീൻ ചെയ്യും. അപ്പോൾ എപ്പോഴും ജിമ്മ് നല്ല വൃത്തിയായിരിക്കും, ഹൈജീനായിരിക്കും. ഈ പറയുന്നത് പോലെ അവിടെ ഇവിടെയും ഈ വേർപ്പിൻ്റെയും അല്ലെങ്കിൽ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ ജിമ്മിൽ ചെയ്യാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. 8 കിലോയുടെ ഡമ്പലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ സെക്കൻഡ് സെറ്റും സെയിം തന്നെ കേട്ടോ, സെയിം വെയിറ്റ്. നമ്മൾ ഈ പുകയാന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയാണ്. സോ സെയിം വെയിറ്റ് തന്നെയാണ് ഞാൻ മൂന്നാമത്തെ സെറ്റിനും യൂസ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കളി സീരീസ് പാർട്ട് 2 വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് വെറൈറ്റി എക്സസൈസുകൾ, അതായത് നമ്മൾ പാർട്ട് 1 നമ്മളെല്ലാം ബേസിക് ആയിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്തു. അപ്പം പാർട്ട് 2 നമ്മൾ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ ജിമ്മിൽ അതിനനുസരിച്ചുള്ള എക്യുപ്മെൻ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഇൻ്റർമീഡിയറ്റ് ആണ് അല്ലെങ്കിൽ അഡ്വാൻസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ട്രെയിനിങ് ചെയ്യാൻ പറ്റും. കേബിളിൽ കുറച്ച് വേരിയേഷൻസും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതൊക്കെയായിരിക്കും നമ്മൾ പാർട്ട് 2 നമ്മൾ കൂടുതലും കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ കളി സീരീസ് പാർട്ട് 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ നമ്മളൊരു മെട്രിക്സിൻ്റെ ഒരു പുതിയ ബെഞ്ച് നമ്മൾ ഇടുന്നുണ്ട്. അതും മെട്രിക്സിൻ്റെ തന്നെയാണ്. അപ്പം പ്ലേറ്റ് ലോഡഡ് ഫ്ലാറ്റ് ബെഞ്ച് പ്രസ്സാണ് ഇപ്പോൾ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇൻക്ലൈൻ ചെയ്യാനായിട്ട് പിൻ ലോഡഡും ഉണ്ട്. അതേപോലെ നേരത്തെ ഇപ്പോൾ ഞാൻ ചെയ്ത പ്ലേറ്റ് ലോഡഡ് മെഷീനും ഉണ്ട്. പിന്നെ സ്മിത്ത് ഉണ്ട് നമുക്ക്. ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഡമ്പലിലും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഫ്ലാറ്റ് കുറച്ചും കൂടെ ഹെവി ആയിട്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, ഈ പറയുന്നത് പോലെ പ്ലേറ്റ് ലോഡഡ് ഉണ്ടെങ്കിൽ, മറ്റാരും സപ്പോർട്ടില്ലാതെ. ഓക്കെ, അപ്പോൾ തേർഡ് സെറ്റ് സെയിം വെയിറ്റ് തന്നെ. പതിനഞ്ച് റെപ്പിറ്റേഷൻ തന്നെ ചെയ്തത്. ആൻഡ് ആ ഒരു നല്ല ഒരു ബേൺ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കോമ്പറ്റീഷൻ പ്രെപ്പിൻ്റെ സമയത്തൊക്കെ 20 കിലോയിലൊക്കെ ലാറ്ററലൈസ് ചെയ്യുന്ന ആളാണ് ഞാൻ കേട്ടോ. അപ്പം ഇന്നിപ്പോൾ 8 കിലോയിലാണ് നമ്മൾ ചെയ്തത്. ഞാൻ കിതയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അത്രയും എൻഡ്യൂറൻസൊക്കെ അത്രയും ഡൗൺ ആണ്. ഇനി അടുത്ത് നമുക്ക് ലെഗ് എക്സ്റ്റൻഷൻ ചെയ്യാം. അതിനുശേഷം ഒരു ബൈസും ഒരു ട്രൈസും, പിന്നെ ഞാനൊരു 30 മിനിറ്റ്സ് കാർഡിയോ കൂടെ ചെയ്ത് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കും. അപ്പോൾ അടുത്ത ഒരു 2-3 മിനിറ്റ് റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പറയുന്നത് പോലെ ലെഗ് എക്സ്റ്റൻഷൻ ചെയ്യാം. മീൻ വയൽ അവിടെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ബെഞ്ച് അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് പ്ലേറ്റ് ലോഡഡ് ഒരു മെട്രിക്സിൻ്റെ ടീം തന്നെ. മെട്രിക്സിൻ്റെ പുതിയ ബെഞ്ച് നമുക്കിപ്പോൾ ഡെലിവറി ചെയ്തതാണ്. ആ ഇൻക്ലൈൻ പ്രസ്സിൻ്റെ അതേപോലെ തന്നെ പ്ലേറ്റ് ലോഡഡ് ഫ്ലാറ്റ് പ്രസ്സാണിത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല ഹെവി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നേരത്തെ ഒരു ഇൻക്ലൈൻ ഉണ്ടായിരുന്നു, അതാണ് നമ്മൾ ആ മൂലയിൽ അഴിച്ച് മാറ്റി വെച്ചേക്കുന്നത്. അത് നമ്മൾ നമ്മുടെ മേളിലെ ജിമ്മിലേക്ക് അങ്ങോട്ട് നമ്മൾ മാറ്റും. കാരണം അവിടെ നമ്മളൊരു പേഴ്സണൽ ട്രെയിനിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഒരു പേഴ്സണൽ ട്രെയിനിങ് PT സ്റ്റുഡിയോ നമ്മൾ സെറ്റ് ചെയ്യാനുള്ളതിൻ്റെ ഒരു ഇതിലാണ്. അപ്പോൾ ആ ബെഞ്ച് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. കാരണം ഇവിടെ ഇൻക്ലൈൻ ചെയ്യാനായിട്ട് ബാക്കിയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലാറ്റ് ഇട്ടിട്ട് അതിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത എക്സസൈസ് നമ്മുടെ ലോ ബോഡിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സസൈസ് മാത്രം ഇന്ന് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ക്വാഡ്സിന് വേണ്ടിയിട്ട്
ലെഗ് എക്സ്റ്റൻഷൻ ഐസൊലേഷൻ ആണ് എക്സസൈസ്. സോ ലെഗ് എക്സ്റ്റൻഷനാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ കുറേ നാളുകളായ കാരണം കൊണ്ട് പയ്യെ ഇതൊക്കെ ഒന്ന് അനക്കി വരണം, ഒന്ന് അറിയണം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ സീറ്റിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മുടെ ലെഗിൻ്റെ കളി സീരീസിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. വെറും ഒരു 23 കിലോ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഈ ഒരു വെയ്റ്റ് സ്റ്റാക്കിൽ 72 kg ഫുൾ വെയ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷേ ഇന്ന് ഒരു 23 കിലോ ഇട്ടിട്ടുള്ളൂ. സോ ക്വാഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാൽ ഓരോ ബോഡി പാർട്ടിന് ഓരോ എക്സസൈസ്. പിന്നെ ഈ പറയുന്ന പോലെ രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേപോലെ ലെഗ് എക്സ്റ്റൻഷനൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറേ നാളുകൾക്ക് ശേഷമൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് ഇടയ്ക്കൊക്കെ ആണെങ്കിലും ഒരു സെറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ലൈറ്റായിട്ടൊന്ന് മൂവ് ചെയ്യുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുക. അതല്ലെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ക്രാംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് അടുത്ത സെറ്റും ചെയ്യാം. വെയിറ്റ് ഞാൻ കൂട്ടിയിട്ടില്ല, സെയിം വെയിറ്റിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. കൺട്രോൾ ചെയ്ത് ചെയ്യണം, മസിൽ ഫീൽ ചെയ്ത് ചെയ്യണം. കുറേ നാളായിട്ട് നമ്മൾ ചെയ്യാത്ത കാരണം കൊണ്ട് 23-ലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ലാസ്റ്റ് സെറ്റ് മാത്രം ഒരു 4 കിലോ കൂട്ടി 27. കാരണം 23 കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് 4 kg വെച്ചാണ് നമുക്കെല്ലാം ഇതാണ് ഈ രീതിയിലാണ് നമുക്ക് കൂട്ടാൻ പറ്റുന്നത്. അപ്പോൾ 23 കഴിഞ്ഞു 27 കിട്ടും. ഓക്കെ, ടോപ്പിൽ ചെറുതായിട്ടൊന്ന് പോസ് ചെയ്ത് ആ മസിലൊന്ന് ഫീൽ ചെയ്ത്, കാരണം കുറേ നാളുകൾക്ക് ശേഷം ചെയ്യുന്നതുകൊണ്ട് ഫീൽ ചെയ്ത് ചെയ്യുക. നല്ലപോലെ ആ ലൈറ്റ് വെയിറ്റിൽ തന്നെ എനിക്ക് മസിൽ അത്രത്തോളം എൻഗേജ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല തേർഡ് സെറ്റ് നല്ല ഫയർ. നമ്മൾ എത്ര പൊക്കിക്കൊണ്ടിരുന്നവരാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ചെയ്യുമ്പം ആ ചെറിയ വെയിറ്റ് മതി നമുക്ക് അത്രത്തോളം മസിൽ ഫീൽ ചെയ്ത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് ഈ ചെയ്ത എക്സസൈസുകളൊന്നും ആയിരിക്കില്ല, നമ്മൾ ഒരു ഓൾട്ടർനേറ്റ് ഡേ കഴിഞ്ഞ്, അതായത് നാളെ കഴിഞ്ഞ് നമ്മൾ അടുത്ത ഫുൾ ബോഡി ചെയ്യുന്ന സമയത്ത് എക്സസൈസുകൾ മാറും ഓരോ ബോഡി പാർട്ടിൻ്റെയും. ഓക്കെ, സോ ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ഒരു ബൈസും ഒരു ട്രൈസും. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ എക്സസൈസുകൾ നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്ന ബൈസ് എന്ന് പറയുന്നത് നോർമൽ ഓൾട്ടർനേറ്റ് ഡംബൽ ബൈസെപ്സുകളാണ്. ഡംബൽ എടുത്തിട്ട് എപ്പോഴും നമ്മൾ ഡംബൽ റാക്കിൻ്റെ അവിടുന്ന് കുറച്ചും കൂടെ ബാക്കിലേക്ക് ഇറങ്ങി നമ്മൾ എക്സസൈസ് ചെയ്യുക. കാരണം അടുത്തൊരാൾ വരുമ്പോഴത്തേക്കും ഈസി ആയിട്ട് അവർക്ക് ഡംബൽ എടുക്കാനും മറ്റ് എക്സസൈസുകൾ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. ഓക്കെ, സോ യൂഷ്വലി ഞാൻ ഇത്തരത്തിലുള്ള ലൈറ്റ് ഡംബൽ യൂസ് ചെയ്ത് ബൈസെപ്സ് കേൾ ചെയ്യുന്ന സമയത്ത് 2 കൈയും ഒന്നിച്ചാണ് ഞാൻ ചെയ്യാറ്. ഞാൻ കൂടെ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാനാണ്. ഓൾട്ടർനേറ്റ് ഡംബൽ ബൈസെപ്സ് കേൾ ഞാൻ എപ്പോഴും ചെയ്യുന്നത് നല്ല ഹെവി ആണെങ്കിലാണ് ചെയ്യാറ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കുറേ നാളുകൾ കഴിഞ്ഞു. ഞാൻ നേരത്തെ ലാറ്റ് പുൾ ഡൗൺ ചെയ്തപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു എനിക്ക് അത്യാവശ്യം ബൈസെപ്സും ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളത്. സോ ഓൾട്ടർനേറ്റ് ഡംബൽ ബൈസെപ്സ് കേൾ കൺട്രോൾ ചെയ്ത്, വെയിറ്റ് എന്തായാലും ഞാൻ കൂട്ടുന്നില്ല, ഈ സെയിം വെയിറ്റിൽ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ നമ്മുടെ ഈഗോ ഉണരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈസെപ്സ് കേളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ കുറേ നാൾ കഴിഞ്ഞിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെയാണോ ഈ ലിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നലൊക്കെ വരും. ഇപ്പോൾ വൈകുന്നേരം നല്ല ക്രൗഡുള്ള സമയത്തൊക്കെയാണ്, ഇതിപ്പോൾ ഉച്ച സമയം ജിമ്മിൽ അധികം ആൾക്കാരില്ല, വലിയ തിരക്കില്ല. അപ്പം നമുക്ക് തന്നെ തോന്നാം ഭയങ്കര ലൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നമ്മുടെ ഈഗോ ഉണരരുത്. ഓക്കെ, സോ സെക്കൻഡ് സെറ്റും സെയിം തന്നെ. അഗൈൻ ഓരോന്നിൻ്റെ ഇടയ്ക്കും ഒരു 1 to 2 minutes റെസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ക്രാമ്പ് ഉണ്ടാവും കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ചെയ്യുന്ന കാരണം കൊണ്ട്. സംതിങ് ന്യൂ, റെപ്പിറ്റേഷനും കൂടുതലാകുമ്പോഴത്തേക്കും എപ്പോഴും ക്രാംസ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ നമുക്ക് തേർഡ് സെറ്റ് ചെയ്യാം. സോ തേർഡ് സെറ്റ് മാത്രം ഞാൻ
10 പകരം ഒന്ന് 12.5 ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. വലിയ കുഴപ്പമില്ല. അത്യാവശ്യം ലാറ്റ് പുൾ ഡൗൺ ചെയ്തപ്പോഴും അതേപോലെ തന്നെ 2 സെറ്റ് ബൈസ് ചെയ്തതുകൊണ്ട് അത്യാവശ്യം ആ ഒരു ഫീല് എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഒരുവിധം കൺട്രോൾ ചെയ്ത് എനിക്ക് ചെയ്യാനും പറ്റുന്നുണ്ട് കേട്ടോ. അത്ര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. എന്നാലും ലെഗ് എക്സ്റ്റൻഷൻ്റെ കാര്യം പറഞ്ഞ പോലെ നല്ലൊരു ബേണിങ് സെൻസേഷനുണ്ട്. സോ അങ്ങനെ നമ്മുടെ ബൈസെപ്സ് കേളും നമ്മൾ 3 സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ട്രൈസെപ്സ് പുഷ് ഡൗൺ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സ്ട്രെയിറ്റ് ബാറിൽ നമ്മൾ ട്രൈസെപ്സ് പുഷ് ഡൗണും കൂടെ ഒരു 3 സെറ്റ് നമ്മളൊന്ന് ചെയ്യും. അതോടുകൂടി നമ്മുടെ വെയ്റ്റ് ട്രെയിനിങ് സെഷൻസ് കംപ്ലീറ്റ് ആവും. ഓക്കെ, ബിറ്റ്വീൻ നമ്മുടെ മെട്രിക്സിൻ്റെ ബെഞ്ച് ഓൾമോസ്റ്റ് ഫിക്സ് ചെയ്ത് തീരാറായിട്ടുണ്ട്. നേരത്തെ നമ്മൾ താഴെ അവിടെ കിടക്കുന്ന ഒരു പരുവം മാത്രമേ കണ്ടുള്ളൂ. ഇപ്പം ഏകദേശം ആ ഹാൻഡിൽസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ അല്ലറ ചില്ലറ മാറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. കാരണം പുതിയ മാറ്റ് ആണ് നമ്മളിവിടെ പുതിയ ജിമ്മിൽ ഇട്ടത്. അപ്പം ഈ സ്ക്വാട്ട് റാക്കിൻ്റെ ഏരിയയിൽ ഇവിടെ ഡെഡ് ലിഫ്റ്റും എല്ലാം ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പം നല്ലപോലെ ഹെവി ആയിട്ട് ഡ്രോപ്പ് ചെയ്യുമ്പം നമ്മുടെ നിവയൊക്കെ ഇവിടെ മാരക ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന ഇവിടെയാണ്. നമ്മുടെ നിവ്യ പവർ ലിഫ്റ്ററാണ്. അപ്പം നല്ലപോലെ വെയിറ്റ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ജെർക്ക് ചെയ്യും. അപ്പം അതിനനുസരിച്ച് ചെറിയ രീതിയിൽ ആ മാറ്റ് ബെൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വർക്കൗട്ടിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ നടക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മുടെ കണ്ണെത്തണം എന്നുള്ളത് നമ്മളൊരു ജിം ഓണറായിട്ട് നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെയാണ് വർക്കൗട്ടിനിടയിലൂടെ നമ്മൾ നോക്കുകയും ചെയ്യേണ്ടതൊക്കെ. എല്ലാ ദിവസവും ഒന്നും ഇല്ലാട്ടോ, വല്ലപ്പോഴും. അതുപോലെ തന്നെ അവിടെ ആ ഒരു കോർണറിൽ നമ്മുടെ മറ്റേ വെൻഡിങ് മെഷീനുണ്ട്. സോ അത് നിങ്ങൾക്ക് കാണാം. സോ വെൻഡിങ് മെഷീനിൽ അവിടെ അവർ അതിനകത്ത് നമുക്ക് മറ്റേ എന്താ പറയുക സ്നാക്സ്, അതേപോലെ പ്രീ വർക്കൗട്ട് ഡ്രിങ്ക്, ഇലക്ട്രോലൈറ്റ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ പോകുന്നത് വെള്ളമാണ്. മറ്റൊന്നും പൊതുവേ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ള എല്ലാ ജിമ്മിലും ഉള്ളതുപോലെ ഒരു ഇതിനിപ്പോൾ അത് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രൈസെപ്സ് പുഷ് ഡൗൺ. ഒരു 15 കിലോ ആണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഇന്ന്. ഇതൊക്കെ അത്യാവശ്യം നമ്മൾ അറിയാമല്ലോ, നല്ല ഹെവി ചെയ്യുന്നതാണ്. 15 kg. 3, 4, 5. കൈ മാക്സിമം എന്ത് ചെയ്യുക, ഫ്ലെക്സ് ചെയ്യുക. ഓക്കെ, മാക്സിമം ഫ്ലെക്സ് ചെയ്യുക. സോ മാക്സിമം മസിൽസിന് എന്ത് ചെയ്യും, ലെങ്തനിങ് കിട്ടും. മാക്സിമം ഫ്ലെക്സ് ചെയ്യുക. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട്. ഇതിനൊക്കെ ചെറുതായിട്ട് ഓയിൽ ഇടാറായി കേട്ടോ. ഇത്തെ അടുത്ത് വരുമ്പോഴത്തേക്കും ഭയങ്കര ടൈറ്റാണ്. കണ്ടോ, 5 മാസമായി വർക്കൗട്ട് ചെയ്തിട്ട്. അത് കാരണം കൊണ്ട് ഇതൊന്നും കാണാനോ ശ്രദ്ധിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. ഇതിൻ്റെ ഒച്ച തന്നെ നിങ്ങൾക്ക് തന്നെ കേൾക്കാം. ഭയങ്കര ടൈറ്റാണ്. മാറ്റി നോക്കാം. കാരണം നമ്മൾ നമ്മുടെ ഓൺ ജിമ്മിൽ നമ്മളെ എക്യുപ്മെൻറ്റ്സ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ ഇതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, സോ സെക്കൻഡ് സെറ്റ് ഞാൻ സെയിം വെയിറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ബാർ നല്ല സ്മൂത്താണ്, ഒട്ടും സൗണ്ടും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അതിനകത്ത് കുറച്ച് ഓയിലിടാനുള്ള സമയമായി. ഓക്കെ, ഇതും ഒരുവിധം കൺട്രോൾ ചെയ്ത് ചെയ്യാനായിട്ട് നോക്കുക. വെയിറ്റ് വളരെ കുറവാണ്. നേരത്തെ ഞാൻ ചെസ്റ്റ് പ്രസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ നാളുകൾ കൂടി ചെയ്യുന്ന കാരണം കൊണ്ട് ട്രൈസെപ്സും ഷോൾഡറും എല്ലാം അത്യാവശ്യം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. പെട്ടെന്ന് തന്നെ ട്രൈസെപ്സും ഈ പറയുന്നത് പോലെ ഫെറ്റീഗ് ആവും. സോ ചെറിയ വെയിറ്റാണ്. ഇതും 3 സെറ്റ് 15 റെപ്പിറ്റേഷൻ തന്നെയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് എക്സസൈസ് കേട്ടോ. ഏകദേശം ഒരു 1 മിനിറ്റ് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതും पूरा कट करना है।
fatigue. So last set. ചെറിയ വെയിറ്റാണ്. പൊതുവെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആരെങ്കിലൊക്കെ ഞാൻ ഈ ഒരു കുഞ്ഞ് വെയിറ്റ് ഇട്ട് ചെയ്യുന്നത് കാണുമ്പം ആൾക്കാർക്ക് അറിയത്തില്ലോ, നമ്മൾ 15 കിലോ ഒക്കെ ഇട്ടിട്ട് എന്ന് വയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു നല്ല ഒരു ബേണിങ് ഒരു ഫീലുണ്ട് നമുക്ക്. സോ ഇതൊക്കെയാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു ഹാഫ് ആൻ അവർ ഏതെങ്കിലും ഒരു കാർഡിയോ ചെയ്യും. ദെൻ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ 10 to 15,000. 15 കിട്ടിയ അത്രയും നല്ലത്. കുറേ എന്തുണ്ട് കളയാനുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ക്രാമ്പ് കഴിഞ്ഞ ഒരാഴ്ച ഞാൻ അങ്കമാലിലായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ എടുക്കാൻ പോയപ്പം വർക്ക്ഷോപ്പ് എടുക്കാൻ പോയപ്പോൾ പിള്ളേരുടെ അടുത്തൊക്കെ പറയുമായിരുന്നു, ഒരാഴ്ച ഞാൻ കാലടിയിൽ എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും ഒരു 3-4 കിലോ കൂടും. ഞാൻ അതുപോലെ തന്നെയാണ് കൂടി വന്നത്. ഏകദേശം ഒരു 100 കിലോയിലാണ് ഞാൻ പോയത്. ഇപ്പോൾ ഒരു 104 കിലോയ്ക്ക് അടുത്ത് ഞാനുണ്ട്. കാരണം കാലടിയിലെ മാങ്ങാക്കറി, അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി പോർക്കും അറിയാമല്ലോ, അറിയാവുന്നവരോട് പറയേണ്ട കാര്യമില്ല. എന്തോരമാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പിടിയില്ല. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഇത് തന്നെയാണ്. അപ്പോൾ നല്ലപോലെ ഞാൻ വെയിറ്റും കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന പോലെ ആ ഒരു ടൈം പീരീഡിൻ്റെയാണ്. അപ്പം ഇനി പയ്യെ ചെയ്തെല്ലാം റെഡിയായി വരണം. അടുത്ത വർഷം പറ്റുമെങ്കിൽ ഹെൽത്ത് അനുവദിച്ചാൽ ഒരു കോമ്പറ്റീഷൻ പ്രൊപ്പോണ്ട് എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡേ 1. ഇനി നാളെ ഈ പറയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യും, കാർഡിയോയും ആപ്സും ആയിരിക്കും. അപ്പം ആപ്സ് ഇപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ ഞാൻ ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ല. നോർമൽ ഒരു കേബിൾ ക്രഞ്ചസോ അല്ലെങ്കിൽ നോർമൽ ലൈയിങ് ക്രഞ്ചസോ ഒരല്പം ഹാങ്ങിങ് റേസും ഒക്കെ. കാര്യം പെട്ടെന്ന് ക്രാമ്പ് വരും. കാര്യം ഒരുപാട് നാളുകൾക്ക് ശേഷം ചെയ്യുന്ന കാരണം കൊണ്ട് മോർ റെപ്പിറ്റീഷനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിന് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു 40 മിനിറ്റ്സ് കാർഡിയോയും, കൈ ഞാൻ പറഞ്ഞില്ലേ ക്രാമ്പാ, ഇപ്പോൾ ട്രൈസെപ്സ് കൈ നേരെ അയക്കുമ്പോഴത്തേക്കും ട്രൈസെപ്സ് ക്രാമ്പ് ചെയ്യും. അതാണ് പ്രശ്നം. അപ്പോൾ റെസ്റ്റ് എടുത്ത് ചെയ്യുക. അതേപോലെ നാളെ കഴിഞ്ഞ് അടുത്ത ഫുൾ ബോഡി ആയിരിക്കും. അപ്പോൾ ആ ഫുൾ ബോഡി എക്സസൈസിനകത്ത് എക്സസൈസുകളുടെ റൊട്ടീൻ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറേ നാളുകൾക്ക് ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം, ഏത് രീതിയിൽ തുടങ്ങണം എന്ന് ചോദിച്ചവർക്ക് അതിനുള്ളൊരു മറുപടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഹെവി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാനായിട്ട് പോകരുത്. നമ്മൾ പണ്ട് ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് അതേപോലെ തന്നെ ലിഫ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ചിന്തയിൽ ഒരിക്കലും ലിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക, നല്ലപോലെ വെള്ളം കുടിക്കുക. ഞാൻ ഇതിനിടയ്ക്കൊക്കെ വെള്ളം സിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. വെള്ളം മാത്രം കേട്ടോ, അധികം സപ്ലിമെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾ എത്രത്തോളം നാൾ റെസ്റ്റ് എടുക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഇപ്പോൾ ഒരു 1-2 ആഴ്ചയൊക്കെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് വരും പോലെയല്ല ഞാൻ ഈ പറഞ്ഞത്. ഇതൊരു ലോങ് 5 മാസം കഴിഞ്ഞു ഞാൻ ഓൾമോസ്റ്റ് വർക്കൗട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഞാൻ ഫിസിക്കലിയും മെൻ്റലിയും ഒട്ടും എന്താ പറയുക, ഒരു വർക്കൗട്ട് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ വർക്കൗട്ട് ചെയ്യാതിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. നമ്മളുടെ പുതിയ ബ്രാഞ്ചാണ്, ദുബായ് ദേര മുത്തീനയിലുള്ള നമ്മുടെ ബ്രാഞ്ച്. ഇതാണ് നമ്മുടെ എൻ്റയർ ഫെസിലിറ്റി എന്ന് പറയുന്നത്. അപ്പം പല പേഴ്സണൽ ട്രെയിനിങ് പാക്കേജസും അതുപോലെ തന്നെ ജിം മെമ്പർഷിപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളുടെ അടുത്ത ബ്രാഞ്ച് വരുന്നത് കരാമയിലാണ്. അതിൻ്റെ ഫർദർ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ കളി സീരീസ് പാർട്ട് 2 നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ജിമ്മിൽ നിന്ന് തന്നെയായിരിക്കും. അടുത്ത ദിവസങ്ങളായിരിക്കും ഈ വീഡിയോ എല്ലാം ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നമുക്ക് എടുക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ കവർ ചെയ്യുന്ന അജിത്താണ്. നമ്മളുടെ ലെഗിൻ്റെ കളികളിൽ വർക്കൗട്ട് എല്ലാം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചത് അജിത്താണ്. അടുത്ത വരുന്ന ലെഗിൻ്റെ കളിയിൽ പാർട്ട് 2-ലും അജിത്ത് തന്നെയായിരിക്കും നമുക്ക് വർക്കൗട്ടും കാര്യങ്ങളെല്ലാം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് മറ്റ് പുതിയ ട്രെയിനേഴ്സും ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മളതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ കളി സീരീസ് പാർട്ട് 2-ന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഒരു വീഡിയോ ഒരു റാൻഡം ഒരു വീഡിയോ ആയിട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. സോ ഞാൻ വർക്കൗട്ടിന് ശേഷം ഓൾമോസ്റ്റ് 30 മിനിറ്റ്സ് നമ്മുടെ അടിയാൻ കഴിഞ്ഞു. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഇഞ്ചുറി ഇല്ലാതെ
എത്രത്തോളം കാലം നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതല്ലാതെ 3 മാസം നമ്മൾ ജിമ്മിൽ പോയി കുറേ മസിലുണ്ടാക്കി അവിടെ ഇവിടെ ഇഞ്ചുറി ആയി നമ്മൾ കിടപ്പാകുക എന്നുള്ളതല്ല. അപ്പം ഇഞ്ചുറി വന്നിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഒരു സീരിയസ്നെസ്സും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ പ്രോപ്പറായിട്ട് ലിഫ്റ്റ് ചെയ്യാൻ നോക്കുക, ഈഗോ ലിഫ്റ്റ് ചെയ്യരുത്. സോ അപ്പോൾ വരും ദിവസങ്ങളിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഈറ്റ് ഹെൽത്തി, sleep well, stay lean and train safe.